ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മുന്തിരിത്തോപ്പുകളാണ്. എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മുന്തിരി. ഒരു മുന്തിരിത്തോട്ടം കണ്ടാലോ? ഈ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പത്താണ്. കമ്പത്ത് നിന്ന് കുമളി റൂട്ടിലോട്ട് വരുമ്പോഴാണ് രണ്ട് മുന്തിരിത്തോപ്പ്, രണ്ടല്ല, ഇഷ്ടംപോലെ മുന്തിരിത്തോപ്പുകൾ കാണാം. ഇത് രണ്ട് മുന്തിരിത്തോപ്പുകളിലാണ് നമുക്ക് എപ്പോഴും കയറാൻ പറ്റുന്നത്. ഇതിൻ്റെ പേര് MSR എന്നും അതുപോലെ തന്നെ ജെയിൻസ് ഗ്രേപ്സ് എന്നുമാണ്. ഇത് നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ കമ്പത്തുനിന്ന് കുമളി റോഡിലൂടെ ഏകദേശം 15 മിനിറ്റ്സ് യാത്ര ചെയ്തപ്പോഴാണ് ഈ രണ്ട് മുന്തിരിത്തോപ്പുകൾ കണ്ടത്. അതിനുശേഷവും മുന്തിരിത്തോപ്പുകളുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെയാണ് നമുക്ക് കയറാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റുക. നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ അങ്ങോട്ട്, പൈസയൊന്നും ഇവർ വാങ്ങിക്കത്തില്ല. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും MSRൻ്റെ ഒരു ഗേറ്റ് കാണാം. അതുപോലെ തന്നെ ജെയിൻസിൻ്റെ ഗേറ്റ് കാണാം. അപ്പോൾ ജെയിൻസിൻ്റെ ഗേറ്റിനോട് ചേർന്ന് ഒരു ഹോട്ടലും ബേക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. ഞങ്ങൾ രാവിലെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇതിനകത്തോട്ട് കയറിയത്. അപ്പം അവിടെ വളരെ നിസ്സാരമായ പൈസയേ ഉള്ളൂ കേട്ടോ, ഫുഡിനൊക്കെയാണെങ്കിലും. അതിനോട് ചേർന്ന് അവർക്കൊരു സ്റ്റോറുണ്ട്. അവിടെ നമുക്ക് ഫ്രഷ് മുന്തിരി വാങ്ങിക്കാം. അതുപോലെ തന്നെ വൈൻസ് വാങ്ങിക്കാം. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ചൂടുണ്ട്. മീൻസ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ചും കൂടെ ചൂടുണ്ട്. ഏർലി മോർണിംഗ് ആണെങ്കിലും ഈ ഒരു ചൂടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിംഗിൽ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓട്ടോ ആയിരിക്കും. നമ്മുടെ 2 പിള്ളേരുണ്ടായിരുന്നു. ഇളയ കൊച്ച്, അവൻ കൈ നിൽക്കില്ലായിരുന്നു. അവൻ ഇറങ്ങി ഓട്ടോ ആയിരുന്നു. അപ്പം പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഏർലി മോർണിംഗ് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഈ മുന്തിരിയൊക്കെ അങ്ങോട്ട് പാകമായി നല്ല പറിക്കാറായ നിൽക്കുക കേട്ടോ. ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു 9 o'clock ആകുമ്പോഴത്തേക്കും, 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവരിത് കുറച്ച് പറിച്ച് സെയിൽ ചെയ്യും. ഓൾറെഡി പറിച്ചത് അവിടെ സ്റ്റോറിൽ ഇരിപ്പുണ്ട്. അപ്പോൾ 9 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് പറിക്കുമെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുന്ന ഭാഗത്ത് 2 ഏരിയ ഉണ്ട്, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും. ഒരു സൈഡിൽ ഒട്ടും ആയിട്ടില്ല, എന്നാൽ ഒരു സൈഡിൽ അത്യാവശ്യം ആയ മുന്തിരികളാണ് കാണാൻ പറ്റും. നന്നായിട്ട് പാകമായിട്ടുള്ള മുന്തിരികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് കയറാം, എത്ര സമയം വേണേൽ ഇരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, മുന്തിരി പറിക്കില്ല കേട്ടോ. മീൻസ് അവിടെ എഴുതിയിട്ടുണ്ട് മുന്തിരി പറിക്കാൻ പാടില്ലെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും അതുപോലെ തമിഴിലും എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് നമുക്ക് ആ മുന്തിരികൾ കാണാൻ വേണ്ടി. ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. ഇവിടെ ആളുകൾ വരുന്നത് മെയിനായിട്ട് റീൽസ് എടുക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വളരെ കുറച്ച് ആളുകളുള്ളൂ. നിങ്ങളൊരു എന്താ പറയുക, ഒരു ഈവനിംഗ് ഒക്കെ പോകുമ്പോഴത്തേക്കും കുറേയധികം ആളുകൾ കാണും. പക്ഷേ ഞങ്ങൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കോളേജ് സ്റ്റുഡൻറ്സും കുറച്ച് കപ്പിൾസും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവർ മെയിനായിട്ട് വരുന്നത് ഇവിടെ റീൽസ് എടുക്കാൻ വേണ്ടിയാണ്. പാട്ട് പാടുന്നു, ഫോട്ടോസ് എടുക്കുന്നു. ആ റീൽസ് എടുക്കാൻ വേണ്ടിയാണ് അവർ മെയിനായിട്ട് ഈ മുന്തിരിത്തോപ്പിൽ വരുന്നത്. പിന്നെ വരുന്ന എല്ലാവരും തന്നെ അവിടുന്ന് ജ്യൂസ് കുടിച്ച് പോകുന്നുണ്ട്. ഇവിടെ അവർ ഒരു ജ്യൂസ് ഒരു 2 സ്ത്രീകൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ജ്യൂസാട്ടോ. അപ്പം ഞങ്ങളും ജ്യൂസ് കുടിച്ചു. വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു 40 റുപ്പീസേ ഉള്ളൂ. 40 രൂപയ്ക്ക് നല്ല അധികം വെള്ളവും ചേർക്കാത്ത നല്ല ഫ്രഷ് ജ്യൂസ് ഞങ്ങൾക്ക് ഇവിടുന്ന് കുടിക്കാൻ പറ്റി. ആദ്യം ഒന്ന് കുടിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഗ്ലാസും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തു. നല്ല വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സാണ് അവർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. ദെൻ ഞങ്ങൾ കുറേ സമയം ഇരുന്നു. കുറേ സമയം ഈ ഒരു ഏരിയയിൽ ഇരുന്നു. ഒത്തിരി സമയം ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ ചൂട് കൂടുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു ഏകദേശം മുക്കാൽ മണിക്കൂറോളം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അമ്മ ഫോട്ടോസ് എടുത്തു. അതുപോലെ തന്നെ വൈഫും എല്ലാം ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ വരുന്നത് തന്നെ ആളുകളുടെ മെയിൻ ഉദ്ദേശം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ്. മുന്തിരി ജ്യൂസ് കുടിക്കാൻ എന്നുള്ളത് സെക്കൻഡറി ആണ്. മീൻസ് എല്ലാവരും ആഗ്രഹം ഈ പറഞ്ഞ പോലെ ഫോട്ടോസ് എടുക്കുക, റീൽസ് എടുക്കുക, വീഡിയോസ് എടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്നവർ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കുടിക്കാൻ പറ്റുന്നുണ്ട്, ജ്യൂസും കുടിക്കുന്നുണ്ട്. അവിടെ സ്റ്റാഫൊക്കെ വളരെ കോപ്പറേറ്റീവ് ആട്ടോ. നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അപ്പം അമ്മയ്ക്കാണെങ്കിൽ ഞങ്ങൾ വലിയ യാത്ര കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഈ കമ്പത്ത് വരുന്നത്. മൈസൂരൊക്കെ പോയിട്ടായിരുന്നു വരുന്നത്. അമ്മയൊക്കെ ഒത്തിരി ക്ഷീണിച്ചായിരുന്നു. അമ്മയൊക്കെ അവസാന ദിവസമായതുകൊണ്ട് ക്ഷീണിച്ചിട്ടാണ് അത് കയറുന്നത്. എനിവേ ഇതൊരു മുന്തിരിത്തോപ്പ് കണ്ടപ്പം എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാം ഒരു മുന്തിരിത്തോപ്പ് കാണുന്നത്. വീട്ടിൽ മുന്തിരി 2 വർഷം മുമ്പ് വെച്ചിരുന്നു. പക്ഷെ കായ്കളൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ 2 ചെടികളൊക്കെ ഉണ്ട്. പക്ഷെ കായ്ച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു അവസാനം ഞങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു തരാമെന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. അങ്ങനെ അവസാനം ഇതിനെപ്പറ്റി പറഞ്ഞു തരികയൊക്കെ ചെയ്തു. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ വളമൊക്കെയാണ് ഇടേണ്ടതെന്നൊക്കെ വളരെ വിശദമായിട്ട് അവർ പറഞ്ഞു തന്നു.
അവര് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇവിടെ മെയിനായിട്ട് ഇടേണ്ടത് ചാണകവും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കിയാണ് ഇടേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ അധികം വെള്ളമൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസം നനച്ചാൽ മതി. പിന്നെ വളം ഇടുന്ന ദിവസം മോർണിംഗിലും ഈവനിങ്ങിലും 2 പ്രാവശ്യം നനയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അതിനോടൊപ്പം തന്നെ നമുക്ക് അറിയണമല്ലോ ഇതിൻ്റെ ഒരു വീട്ടിലുള്ള മുന്തിരിയുടെ അവസ്ഥ എന്താണ്, അതുണ്ടാകുമോ എന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ ഭയങ്കര ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഇവിടെ ഈ തോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന 2 ടൈപ്പ് മുന്തിരികളാണ്. ഒന്നൊരു 4 ഇയേഴ്സ് ആയിട്ടുള്ള മുന്തിരികളും ഒന്ന് 25 ഇയേഴ്സ് ആയിട്ടുള്ള മുന്തിരികളുമാണ് നമുക്ക് ഈ തോട്ടങ്ങളിൽ കാണാൻ പറ്റുന്നത്. ഒരു സൈഡിലുള്ളത് 4 ഇയേഴ്സ് ആയിട്ടുള്ളതും ഒരു സൈഡിലുള്ളത് 25 ഇയേഴ്സ് ആയിട്ടുള്ള മുന്തിരിച്ചെടികളാണ് കാണാൻ പറ്റുന്നത്. ഒത്തിരി കായ്കളാട്ടോ. നേരത്തെ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ മുന്തിരികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും കായ്കളൊന്നും കണ്ടിട്ടില്ല. ഒത്തിരി കായ്കൾ, തിങ്ങി നിറഞ്ഞ കായ്കളാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു പിള്ളേർക്കുള്ള ഒരു ചെറിയൊരു കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രശ്നം വന്നില്ല. കാരണം പിള്ളേർ ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ആ ഏരിയയിൽ പോയി കളിക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിനകത്ത് എപ്പോഴും അവർ എഴുതിയേക്കുന്ന മുന്തിരി പറിക്കരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വളരെ ഭംഗിയാട്ടോ. ഈ പറഞ്ഞ പോലെ ആ ഒരു പുറ സൈഡ്, ബാക്ക് സൈഡിൽ അതിൻ്റെ ആ ഒരു മലനിരകൾ നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ കുറേ നേരം ഇരുന്ന് കുറേ സമയം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അവസാനമാട്ടോ ഞങ്ങൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. കാരണം നമ്മളെല്ലാം കണ്ട് നമ്മളൊന്ന് ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച ശേഷമാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം വളരെ ഭംഗിയുള്ളൂ കേട്ടോ. ആ മല നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. വീഡിയോയിൽ കാണുന്നേക്കാൾ കൂടുതൽ ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ. ആ മലനിരകളും അവിടുത്തെ ആ പച്ചപ്പൊക്കെ ഭയങ്കര രസകരമാണ്. പിന്നെ ചൂടാണ്. അതുകൊണ്ട് ഞങ്ങളത് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോന്നു. ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോന്നു. പിന്നെ മുന്തിരിച്ചെടികൾ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ അകത്ത് നിൽക്കുമ്പം ചൂട് തോന്നത്തില്ല. നമുക്ക് കാണാൻ പറ്റും നല്ല പച്ച നിറത്തിൽ മുന്തിരിപ്പാടം ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. എത്ര ഏക്കറാണെന്ന് അറിയില്ല. ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ നീണ്ട് കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു തോട്ടത്തിൽ ഇത്രയും സ്ഥലമാണുള്ളത്. കണ്ടമാനം ഏരിയയിലാണ് ഈ ഒരു മുന്തിരിത്തോപ്പ് നിൽക്കുന്നത്. ഇതിന് ശേഷവും ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴും കാണുന്ന മുഴുവൻ മുന്തിരിത്തോട്ടങ്ങളാണ്. പക്ഷെ അവിടെയൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. അവിടെ നമുക്ക് അവരുടെ സെയിലില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ സെയിലുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പിള്ളേരൊക്കെ വന്നതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കളിക്കുന്നു. കാരണം പിള്ളേർ ചെറുതായിട്ട് വഴക്കുണ്ടാക്കും. കുറച്ച് ഈ ചൂടൊക്കെ ആയതുകൊണ്ടും കുറച്ച് വഴക്കുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ റൈഡൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഹാപ്പിയാണ്. കാരണം പിള്ളേർ വലിയ വഴക്കൊന്നും ഉണ്ടാക്കില്ല. ഈ റൈഡിലൊക്കെ കയറി അവർ ചെറിയ ചെറിയ കളികൾ കളിച്ചുകൊണ്ട് നടക്കും. പിന്നെ അവസാനം അവർ പറഞ്ഞു തന്നു കേട്ടോ, കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അയാൾ തമിഴും മലയാളത്തിലും ഒക്കെ കൂട്ടി അയാൾ പറഞ്ഞു തന്നു. അപ്പം അവസാനം എന്നോട് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ വീട്ടിൽ ചെന്നിട്ട് ചെടികളുടെ അറ്റമൊക്കെ ഒന്ന് കണ്ടിച്ച് വിടണം. അതുപോലെ തന്നെ എല്ലാ അറ്റം കണ്ടിച്ച ശേഷം എല്ലാ ഇലകളും പറിച്ച് കളയണം. അതിനുശേഷം തലേദിവസം കടലപ്പിണ്ണാക്ക് 2 ചെടികളുള്ളതുകൊണ്ട് ഏകദേശം ഒരു 1 കിലോ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് തലേദിവസം വയ്ക്കുക. പിറ്റേ ദിവസം ഒരു തടം പോലെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ദെൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ പറഞ്ഞ് വളരെ വിശദമായിട്ട് അയാൾ എന്നെ പറഞ്ഞു തന്നു. പിന്നെ കുറച്ച് രാസവളങ്ങളുടെയൊക്കെ പേരൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. നമുക്കിത് 2 ചെടികളുള്ളതുകൊണ്ട് അതിൻ്റെ